ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുപ്പിറവി കാലത്തിലെ അവസാന ദിനമായ ഇന്ന് നാം നമ്മുടെ കർത്താവിൻ്റെ ജ്ഞാനസ്നാനം അനുസ്മരിക്കുകയാണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ മുഴങ്ങിയ "ഇവൻ എൻ്റെ പ്രിയപുത്രൻ" എന്ന ദൈവസ്വരത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ യേശയ്യാ പ്രവാചകനിലൂടെ നാം ഇന്ന് ശ്രവിക്കുന്നത്. അസീറിയൻ വിപ്രവാസത്തിൽ കഴിയുന്ന ജനത്തിന് പ്രത്യാശ നൽകി ജീവൻ്റെ ഉറവയായ ദൈവത്തിലെത്തുവാനും സമൃദ്ധിയുടെ ആനന്ദത്തിലേക്ക് കടന്നു വരുവാനും പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നു. കൃപാവരങ്ങളുടെ സമൃദ്ധി ജ്ഞാനസ്നാനത്തിലും നാം ദർശിക്കുന്നു. ഈ കൂദാശയിലൂടെ ഒരുവൻ ജീവൻ്റെ ഉറവയിലേക്ക് എത്തിച്ചേരുന്നു. എല്ലാ പാപമാലിന്യങ്ങളിലും നിന്ന് മോചിപ്പിച്ച് ദൈവരാജ്യത്തിൽ നിത്യതയെ അവകാശം നൽകി സഭയിൽ അംഗമാക്കി ജീവനിലേക്ക് നമ്മെ പ്രവേശിക്കുകയാണ് ദൈവം. യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിൽ മുഴങ്ങിക്കേട്ട ദൈവസ്വരം നമ്മുടെ മാമോദീസ വേളയിലും മുഴങ്ങുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ കയ്യൊപ്പാണ് പിന്നീടുള്ള ജീവിതത്തിൽ നന്മയായി തീരുവാനുള്ള ഊർജം നമുക്ക് നൽകുന്നത്. ആ ദൈവസ്വരം അനുനിമിഷവും കേൾക്കുവാനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിലൂടെ നാം ഇന്ന് മനസ്സിലാക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് ദൈവസ്നേഹത്തിൽ വളരാം. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മധ്യസ്ഥതയിലുള്ള 8-ാം യൂണിറ്റിലെ കുടുംബാംഗങ്ങളും 11-ാം സ്റ്റാൻഡേർഡിലെ വിദ്യാർത്ഥികളും ചേർന്ന് യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് ഭക്തിപൂർവം പ്രവേശിക്കാം.
കർത്താവ് ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും ആത്മാവ് പ്രാവിനെ പോലെ അവിടുത്തെ മേൽ ആവസിക്കുകയും പിതാവിൻ്റെ സ്വരം മുഴങ്ങുകയും ചെയ്തു. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനാണ്. കരങ്ങൾ കൂപ്പാം. യേശുവിൻ്റെ തിരുബലിയിലേക്ക് പങ്കുചേരുവാനായി വിളിക്കപ്പെട്ട നമ്മളെല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്കൊരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവിക ആഹ്വാനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുവാനായിട്ടുള്ളതാണ് എന്ന വലിയ ചിന്തയോടുകൂടി കർത്താവായ യേശുനാഥൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ യേശുവിൻ്റെ ജീവിതം എപ്രകാരമാണോ ദൈവപിതാവ് ഏറ്റെടുത്ത് സ്വന്തം മകനെ പോലെ വളർത്തി വലുതാക്കിയും ദൈവിക സന്നിധിയിലേക്ക് ആവഹിച്ചത്, അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ രൂപപ്പെടുത്തുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയിൽ നമുക്ക് പങ്കുചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും കുറവുകളെയും ദൈവിക സന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് മനസ്തപിക്കാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവേ കനിയണമേ
സർവശക്തനും നിത്യനുമായ ദൈവമേ, ജോർദാൻ നദിയിൽ ക്രിസ്തു ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം പരിശുദ്ധാത്മാവ് അവിടുത്തെ മേൽ ഇറങ്ങി വന്നപ്പോൾ അങ്ങേ പ്രിയപുത്രനായ അവിടുത്തെ സാഘോഷം അങ്ങ് പ്രഖ്യാപിച്ചുവല്ലോ. ജലത്താലും പരിശുദ്ധാത്മാവാലും പുതുജന്മം പ്രാപിച്ച അങ്ങേ ദത്തുപുത്രൻ അങ്ങേ പ്രീതിയിൽ എന്നും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു പാടുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീനനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ഞാനാണ് കർത്താവ്. ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈക്ക് പിടിച്ചു നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്ന് അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗവാസികളെ, കർത്താവിനെ സ്തുതിക്കുവിൻ. മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്വരം ജലരാശിക്ക് മീതെ മുഴങ്ങുന്നു. സഞ്ചയങ്ങൾക്കു മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതുമാണ്. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു. കർത്താവ് ലെബനോനിലെ ദേവദാരുക്കളെ ഒടിച്ചു തകർക്കുന്നു. കർത്താവ് ജലസഞ്ചയത്തിനുമേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് പത്രോസ് പ്രഭാഷണം ആരംഭിച്ചു. സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. സമാധാനത്തിൻ്റെ സദ്വാർത്ത സകലത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിനു ശേഷം ഗലീലയിൽ ആരംഭിച്ച് യൂദാ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്ന് നിങ്ങൾക്കറിയാം. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു യോഹന്നാന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് യോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാകുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യപ്പെടണം. യേശുവിൽ പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, 8ാം ക്ലാസ്സിലെ 8ാം കുടുംബയുള്ള അംഗങ്ങളും 11ാം ക്ലാസ്സിലെ മതബോധന വിദ്യാർത്ഥികളും അധ്യാപകരും, ഇന്ന് കർത്താവായ യേശുനാഥൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ സഭാമാതാവും മക്കളും നമ്മൾ ഓരോരുത്തരും ഒന്നു ചേർന്ന് ആഘോഷിക്കുകയാണ്. ജ്ഞാനസ്നാനം നമുക്കെല്ലാവർക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു അറിവ് മാത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ ഒരുക്കവും മുന്നൊരുക്കവും അതിൻ്റെ ക്രമീകരണവുമൊക്കെ കുഞ്ഞു കുട്ടി എന്ന രീതിയിൽ നമുക്ക് ഒരുപക്ഷെ അറിവില്ലായിരിക്കാം. പക്ഷെ മതബോധന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ആണ് പിന്നീടുള്ള നമ്മുടെ അറിവുകൾ. എന്നാൽ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ, ഏറെ പ്രത്യേകിച്ച് കർത്താവായ യേശുനാഥൻ സ്ഥാപിച്ച 7 കുദാശകളുടെയും പ്രഥമമായ വാതിലാണ് ജ്ഞാനസ്നാനമെന്നാണ് തിരുസഭാ മാതാവ് നമ്മുടെ മതബോധന ക്ലാസ്സുകളിൽ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുക. ഇന്ന് കർത്താവായ യേശുനാഥൻ്റെ ജ്ഞാനസ്നാനം തിരുനാൾ സഭാ മാതാവും മക്കളായ നമ്മൾ ഓരോരുത്തരും ആഘോഷിക്കുമ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ സ്വരവും ദൈവത്തിൻ്റെ വീണ്ടും വിരലും യേശുവിൻ്റെ മുമ്പിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്നത് ഇപ്രകാരമാണ്: ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിലേക്ക് കടന്നു വരേണ്ടതും സ്വീകരിക്കേണ്ടതുമായ മഹത്വരമായ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വാക്യം. ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ അപാകതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുവാനായിട്ട് കൂടി തന്നെയാണ് ഇന്ന് ഈ സുവിശേഷം നമ്മളുമായി പങ്കുവയ്ക്കുക. നമ്മുടെ എല്ലാ അവസ്ഥകളെയും കാണുന്ന കർത്താവായ ദൈവത്തിന് മുമ്പിൽ നമുക്കൊന്നും മറച്ചു വയ്ക്കുവാൻ ഇല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ആത്മീയ ജീവിതത്തിൻ്റെ അടയാളങ്ങളായി നമ്മൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ദൈവത്തിൻ്റെ മകനോ മകളോ ആവുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, സഭയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ സഭയുടെ ആത്മീയ തലവന്മാരായി നിയമിക്കപ്പെടുന്ന മാർപ്പാപ്പമാരുടെ ജീവിതം എത്രത്തോളം മഹത്തരമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ആത്മീയതയുടെ അടയാളങ്ങളായി ദിവസങ്ങളും മാസങ്ങളും ഒരുപക്ഷെ വർഷങ്ങളുമൊക്കെ കാത്തിരുന്നതിന് ശേഷമാണ് ഒരു മാർപ്പാപ്പ പോയതിനു ശേഷം അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 1976 ഓഗസ്റ്റ് മാസത്തോടുകൂടി പോൾ 6 മാർപ്പാപ്പ മരണപ്പെട്ടു, നിബന്ധനായി. അതിനുശേഷം സഭയെ നയിക്കുവാൻ വേണ്ടി ഒരു മാർപ്പാപ്പയെ വേണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന കോൺക്ലേവും അതിൻ്റെ കർദിനാൾമാരുമൊക്കെ നമുക്കെല്ലാം സുപരിചിതമാണ്.
ഒരുപക്ഷെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ എടുത്തതിന് ശേഷമാണ്, പ്രാർത്ഥിച്ചൊരുങ്ങിയതിന് ശേഷമാണ് അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. പുറത്ത് ജനം ഒരുപക്ഷെ കറുത്ത പുകയാണോ വെളുത്ത പുകയാണോ എന്ന ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അവസരവുമൊക്കെ ഉണ്ടായിട്ടുള്ളതായി നമുക്ക് പത്രമാധ്യമ പ്രവർത്തനങ്ങൾ നമ്മൾ നേരിട്ട് പോയിട്ടില്ലാത്തവർ കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെ പോൾ ആറാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി കോൺക്ലേവിൽ ബഹുമാനപ്പെട്ട കർദിനാൾമാർ ഒരുമിച്ച് കൂടുന്ന അവസരത്തിൽ തീർച്ചയായും പെട്ടെന്നൊന്നും തിരഞ്ഞെടുക്കപ്പെടുന്നതല്ല മാർപ്പാപ്പയുടെ ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങളും പ്രക്രിയകളും ഒക്കെ ഉണ്ട്. ഏറെ പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ പാകത്തക്ക രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ കൂടി തന്നെ ആവും സഭയുടെ തലവനായി നിയമിക്കുക. അത് മനുഷ്യരല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുള്ള ആത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുക എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുകയാണ്. പോൾ ആറാമൻ മാർപ്പാപ്പ ദിവംഗതനായതിനു ശേഷം ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുകയാണ്. ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ എത്ര വർഷം മാർപ്പാപ്പയായെന്നറിയാമോ? മാർപ്പാപ്പയായിരുന്നു എന്നറിയാമോ? ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസം? ആർക്ക് പറയാം? ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ വർഷം പോട്ടെ, ക്ലൂ തന്നിരിക്കുന്നു. മാസവും പോട്ടെ, എത്ര ദിവസം? എനിക്ക് തോന്നുന്നു പറയാൻ പറ്റുന്നത് നമ്മുടെ പാട്ടുകാരായിരിക്കും എന്ന് തോന്നുന്നു. എത്ര ദിവസം ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയായി സഭയെ നയിച്ചു? അറിഞ്ഞുകൂടാ. ഇത് ഓൺലൈൻ ആയതുകൊണ്ട് പെട്ടെന്ന് പോകും. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരായതുകൊണ്ട് തിരുമുല്ലാര ഇടവ മക്കൾ വളരെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ അറിവുള്ളവരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ. എത്ര വർഷം? വർഷം പോട്ടെ എന്ന് പറഞ്ഞു. എത്ര മാസം? അതും പോട്ടെ എന്ന് പറഞ്ഞു. എത്ര ദിവസം? ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കും, ദിവസങ്ങൾ മാത്രമാണോ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ട്? മനുഷ്യന്റെ ജീവിതമായതുകൊണ്ട് വെറും 33 ദിവസം മാത്രം മാർപ്പാപ്പയുടെ സേവനമനുഷ്ഠിച്ച് കടന്നുപോയ ഒരു വ്യക്തിത്വത്തിനുടമയാണ് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ. വെറും 33 ദിവസക്കാലം മാത്രം സഭയുടെ തലവനായി സേവനമനുഷ്ഠിച്ച് കടന്നുപോയ ഒരു വ്യക്തിത്വത്തിനുടമയാണ് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ. ഇനി എന്തു അടുത്ത പ്രക്രിയ? പെട്ടെന്ന് തന്നെ അതേ കർദിനാൾമാർക്ക് കോൺക്ലേവ് കൂടുവാനായിട്ടുള്ള അവസരം. മാസങ്ങളും ദിവസങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഒരു കോൺക്ലേവ് കൂടുന്നു. അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാഭരിതമായ ദിവസങ്ങൾ കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുന്ന അവസരത്തിൽ കോൺക്ലേവ് സംഘടിക്കുന്ന ഒരു കർദിനാളിൽ പ്രഥമനായ മാക്സിമൺ കരോൾ വോയ്റ്റിവയോട് പറയുന്നത് ഇപ്രകാരമാണ്: വോയ്റ്റിവ, നിന്റെ ജീവിതത്തിലേക്ക് ദൈവം വിരൽ ചൂണ്ടുന്നുണ്ട്. വോയ്റ്റിവ, നിന്റെ ജീവിതത്തിലേക്ക് ദൈവം വിരൽ ചൂണ്ടുന്നുണ്ട്. നീ പ്രാർത്ഥിക്കുക, തിരഞ്ഞെടുക്കപ്പെടുവാൻ പോകുന്ന ഉത്തരവാദിത്വം നീ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. കരോൾ വോയ്റ്റിവ സമ്മതം മൂളി. അങ്ങനെയാണ് പ്രിയമുള്ളവരെ, ഒന്നാമൻ മാർപ്പാപ്പ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയുടെ തലവനായി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവായ യേശുവിൻ്റെ സവിധത്തിലേക്ക് ദൈവത്തിൻ്റെ വിരൽ ചൂണ്ടിക്കൊണ്ട് നീയാണ് എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ചൂണ്ടപ്പെടേണ്ട ദൈവത്തിൻ്റെ വിരലിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കണം. ഒരുപക്ഷെ ജ്ഞാനസ്നാന അവസരത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ പാപകരമായ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ചൂണ്ടപ്പെട്ട വിരലുകളിലൂടെ നൽകപ്പെട്ട സന്ദേശം നീ എൻ്റെ പുത്രനാണ്, പുത്രിയാണെന്നുള്ളത് ദൈവം പിൻവലിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്ത്? പിൻവലിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ആത്മാർത്ഥമായി ചിന്തിക്കുവാനായിട്ടുള്ള വലിയൊരു അവസരമാണ് ഇന്ന് ഈ സുവിശേഷത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത്.
ഇവിടെ രണ്ട് വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഒന്ന് സ്നാപക യോഹന്നാൻ, രണ്ടാമത് കർത്താവായ യേശുനാഥൻ. സ്നാപക യോഹന്നാൻ പറയുന്നത് എന്താ? നമുക്കറിയാം, സ്നാപക യോഹന്നാന്റെ ജീവിതം എന്ന് പറയുന്നത് എളിമയുടെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുനാഥൻ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ പിൻവാങ്ങുന്ന ഒരു സ്വഭാവം വിശുദ്ധ സ്നാപക യോഹന്നാനുണ്ട്. നമ്മുടെ ഇടവക മധ്യസ്ഥനാണ്. ആർക്കാണോ പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത് ആ സ്ഥാനം മഹനീയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിൻവാങ്ങുന്ന ഒരു മഹത്തരമായ ജീവിതത്തിന്റെ ഉടമയാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിന്നിൽ നിന്ന് സ്ഥാനം സ്വീകരിക്കെ നീ എന്നിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ കടന്നു വരികയോ. ഞാൻ നിന്നിൽ നിന്ന് സ്ഥാനം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കെ നീ എന്നിൽ നിന്ന് സ്ഥാനം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിൻവാങ്ങുന്ന അവസരത്തിൽ കർത്താവായ യേശുനാഥൻ അവനോട് പറയുന്നത് പ്രകാരമാണ്: നീ ഇത് ഇപ്പോൾ സമ്മതിക്കണം, നീ ഇത് ഇപ്പോൾ സമ്മതിക്കണം. കാരണം കർത്താവായ ദൈവത്തിന്റെ ആഗ്രഹമാണിത്, നിന്നിൽ നിന്ന് ഞാൻ ജ്ഞാനസ്ഥാനം സ്വീകരിക്കണം എന്നുള്ളത്. ഇനി ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്നത്, ആ സ്വീകരണം, ജ്ഞാനസ്ഥാനം എന്ത് ജ്ഞാനസ്ഥാനമാണ്? ഇവിടെ വളരെ വ്യക്തമായിട്ട് കർത്താവായ യേശുനാഥൻ പറയുന്നത് പ്രകാരമാണ് വചനത്തിലൂടെ: പാപത്തിന്റെ അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം. പാപത്തിന്റെ അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാനായിട്ടാണ് കർത്താവായ യേശുനാഥൻ സർവ്വനീതിയും പൂർത്തിയാകുന്നതിന്, ഉചിതമാകുന്നതിന് വേണ്ടി സ്നാപക യോഹന്നാന്റെ മുമ്പിൽ വന്നത്. പാപമില്ലാതിരുന്ന അവസ്ഥയിൽ കർത്താവായ യേശുനാഥൻ ഈ പാപത്തിന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് എന്തിനാണ്? ക്രിസ്തു പാപിയായിരുന്നു? അല്ലല്ലോ. പാപിയല്ലായിരുന്നിട്ടും പാപത്തെ ബോധിപ്പിക്കുന്ന രീതിയിലുള്ള പാപത്തിന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ വേണ്ടി കർത്താവായ യേശുനാഥൻ സ്നാപക യോഹന്നാന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ ഓർക്കുക, അത് നമ്മുടെ ഓരോരുത്തരെയും പാപാവസ്ഥകളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി പാപി അല്ലാതിരുന്ന കർത്താവായ യേശുനാഥൻ പാപത്തിന്റെ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, ദൈവത്തിന്റെ പുത്രനായിരുന്നിട്ടും ദൈവത്തിന്റെ സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദൈവം ദാസന്റെ രൂപം സ്വീകരിച്ചുവെന്ന്. ഇത്രത്തോളം വലിമയുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകപ്പെടുന്ന സന്ദേശം നോക്കുക. ദൈവിക ദാനങ്ങളുടെ കലവറയായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുനാഥൻ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ പാപമില്ലാതിരുന്നിട്ടും പാപികളുടെ അവസ്ഥകളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുനാഥൻ പാപത്തിന്റെ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ഒരുപക്ഷെ ഓർത്താൽ അത് നമുക്ക് വേണ്ടിയിട്ടാണ്. പാപകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പാപങ്ങൾ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുമായി താതാത്മ്യപ്പെടുന്നത്. അങ്ങനെ ക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ സുവിശേഷത്തിലൂടെ ഒരു താതാത്മ്യപ്പെടലിന്റെ ഒരു മഹത്തരമായ ജീവിതം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യന്റെ ജീവിതം, എളിമയുടെ ജീവിതം, അങ്ങനെ താതാത്മ്യപ്പെടുന്ന ഒരു ദൈവത്തിന്റെ പുത്രനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ കാണുക. രണ്ടാമതായി യേശുനാഥൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന് ശേഷം വെള്ളത്തിന് പുറത്തേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യേശുവിൽ നിവേശിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ ആത്മാവ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നുണ്ട്. അത് നിവേശിക്കുന്നത് എവിടെയാണോ, ആവസിക്കുന്നത് എവിടെയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കർത്താവായ യേശുനാഥൻ തന്റെ ജീവിതത്തിൽ ഇടം കൊടുത്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കർത്താവായ യേശുനാഥന്റെ ജീവിതത്തിൽ ആവഹിച്ചു, അല്ലെങ്കിൽ വസിച്ചു. ഇപ്രകാരം നമ്മൾ നമ്മുടെ ഓരോ കൂദാശയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ആവഹിക്കണം. ഓരോ വിശുദ്ധമായ കൂദാശകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അപ്പോഴാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിന്റെ അന്ത്യത്തിൽ നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്ന മഹത്തരമായ വചനം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയുള്ളൂ. നീ എൻ്റെ പ്രിയപുത്രൻ, നീ എൻ്റെ പ്രിയപുത്രി. ഈ മഹത്തരമായ ദൈവത്തിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലിയിൽ പങ്കുചേരാം. എഴുന്നേൽക്കാം, നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഘോഷിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ
യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിളിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ കാലയളവിൽ നമ്മുടെ പ്രവൃത്തികളിലെല്ലാം മറിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് യാചനാ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ജ്ഞാനസ്ഥാനം എന്ന കൂദാശയിലൂടെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഞങ്ങളെ ഉയർത്തിയ സ്നേഹദൈവമേ, തിരുസഭയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും എല്ലാ മെത്രാന്മാരെയും അൽവന്ധ്യ പോളാന്റണി മുല്ലശ്ശേരി പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും അനുഗ്രഹധാരയിൽ നിറയ്ക്കണമേ. ക്രിസ്തുവിൽ ജീവിക്കുന്ന അനുഭവത്തിലേക്ക് സഭാമക്കളെ നയിക്കുവാനുള്ള കൃപാവരങ്ങൾ സമൃദ്ധമായി നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങളെ ഐക്യപ്പെടുത്തുന്ന സ്നേഹദൈവമേ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അൽഫോൻസസിനെയും സിസ്റ്റേഴ്സിനെയും എല്ലാ കുടുംബങ്ങളെയും അങ്ങേ സവിധത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇടവകയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ദൈവാത്മാവിനാൽ അനുദിനം നയിക്കപ്പെടുവാനും വിശ്വാസ ജീവിതം ശക്തിപ്പെടുത്തുവാനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂദാശയിലൂടെ കൃപാവരത്തിൻ്റെ നീർച്ചാലുകൾ ഞങ്ങളിലേക്ക് തുറന്നു നൽകിയ സ്നേഹദൈവമേ, ജ്ഞാനസ്നാനത്തിലെ വിശുദ്ധിയും ചൈതന്യവും ജീവിതത്തിൽ എന്നും നിലനിർത്തുവാനുള്ള കൃപാവരങ്ങൾ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഈ കാലഘട്ടത്തെ അനുഗ്രഹിക്കണമേ. രോഗത്താലും ദാരിദ്ര്യത്താലും കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അവിടുന്ന് ആശ്വാസമാകണമേ. ജീവിത പ്രതിസന്ധികളിൽ വിശ്വാസം നഷ്ടപ്പെടാതെ പ്രത്യാശയോടെ ജീവിച്ചുകൊണ്ട് കൃപാവരങ്ങളുടെ സമൃദ്ധിയിലേക്ക് നടന്നെടുക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്നരുളി ചെയ്ത യേശുനാഥ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ ആത്മാക്കളും നിത്യവിശ്രാന്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ നമ്മുടെ എല്ലാ നിയമങ്ങളും ദൈവിക സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായവനെ സംഭവിക്കുവാൻ അർഹയായ കന്യകാമറിയം, അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥന അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ ഈ വെളിപ്പെടുത്തലിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങേ വിശ്വാസികളുടെ ബലിവസ്തു ലോകത്തിന്റെ പാപങ്ങൾ കരുണാപൂർവം കഴുകിക്കളയുവാൻ തിരുവുള്ളമായ അവിടുത്തെ ബലിയായി പരിണമിപ്പിക്കുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് യോർദ്ദാനിൽ വെച്ച് അത്ഭുതകരമായ രഹസ്യങ്ങളാൽ ഒരു നവസ്നാനം കാണിച്ചു തന്നു. അങ്ങനെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ശബ്ദത്തിലൂടെ അങ്ങേ വചനം മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുവാൻ ഇടയാക്കി. മാത്രമല്ല, പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന ആത്മാവിലൂടെ അങ്ങേ ദാസനായ ക്രിസ്തു ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടുവെന്നും ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അയക്കപ്പെട്ടുവെന്നും അറിയപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശക്തികന്മാരോട് ചേർന്ന് ഭൂമിയിൽ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങേ മഹാമഹിമയ്ക്ക് മുമ്പിൽ ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും മറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട സ്വമനസാലയ പീഡകൾ ശ്രദ്ധിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം താഴും കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനാണ് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്നത് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നാൻ ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട്, ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോൾ ആന്റണി മെത്രാനോടും വൈദിക ഗണത്തോടും മറ്റ് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥാപിച്ചോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചു. ചില മക്കളായ നമുക്ക് നമ്മുടെ എല്ലാ നിയമങ്ങളും ദൈവിക സന്നിധിയിൽ സമർപ്പിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തർക്കം പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുദ്ധനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ചൊരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യം സംരക്ഷിക്കുമാറാകട്ടെ.
ദൈവാനുഗ്രഹത്താൽ ഈ പള്ളിയുടെ വകയിൽ രഞ്ജിത്ത് ഡെയിലിൽ റാണയുടെയും ഗീത ജാക്സന്റെയും മകൻ രഞ്ജിത്ത് റാണയും, കാക്കോട്ടുമൂല പള്ളിയുടെ വകയിൽ ഫിലിപ്പ് നിവാസിൽ സുനിൽ ഡാനീഷസിൻ്റെയും ഡോറാബ സുനിൻ്റെയും മകൾ സിന്ത സുനിലും തമ്മിൽ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. വിവാഹത്തിന് കാനോനികമായ തടസ്സങ്ങളുണ്ടെങ്കിൽ വികാരിയച്ഛനെ അറിയിക്കേണ്ടതാണ്. ഇന്നത്തെ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് 8ാം കുടുംബങ്ങളുടെ അംഗങ്ങളും 11ാം ക്ലാസ്സിലെ മതബോധന വിദ്യാർത്ഥികളുമാണ്. അവർക്ക് ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. രൂപതാ മതബോധന കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് 8ാം ക്ലാസ് മുതൽ 12ാം സ്റ്റാൻഡേർഡിലെ വിദ്യാർത്ഥികൾക്ക് അടുത്ത ഞായറാഴ്ച തുടങ്ങി മതബോധന ക്ലാസ്സുകൾ ആരംഭിക്കുന്ന വിവരം അറിയിക്കുകയാണ്. ഈ ക്ലാസ്സിലെ വിദ്യാർത്ഥികളും അധ്യാപകരും 6:30-ക്കുള്ള ആദ്യത്തെ ഞായറാഴ്ചത്തെ ദീപബലിയിൽ പങ്കെടുക്കേണ്ടതാണ്. തുടർന്ന് സ്കൂളിൽ വെച്ച് മതബോധന ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. രൂപതയുടെ വാർഷിക പരീക്ഷ മെയ് മാസത്തിലാണ്. ലഘൂകരിച്ച സിലബസ് അനുസരിച്ചായിരിക്കും ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നതും പരീക്ഷ നടത്തിക്കുന്നതെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കോവിഡ് മാനദണ്ഡങ്ങളും പ്രോട്ടോക്കോളും ഒക്കെ അനുസരിച്ചായിരിക്കും ക്ലാസ്സുകൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കുക എന്ന് പ്രത്യേകം അറിയിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ ഏറെ പ്രത്യേകിച്ച് നമുക്ക് പുതിയ ദേവാലയം കിട്ടിയതിനു ശേഷം നമ്മുടെ രോഗാതുരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കന്മാർക്കും രോഗികൾക്കുമായി ഇരുന്ന ദീപബലി കാണത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനുള്ള ക്രമീകരണത്തിൻ്റെ ആദ്യപടി എന്നേണം നമ്മൾ ബെഞ്ച് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഏകദേശം പൈസയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പൈസയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബെഞ്ച് ക്രമീകരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും താല്പര്യമുള്ളവർ ദയവ് ചെയ്ത് 8,500 രൂപയാണ് ഒരു ബെഞ്ചിൻ്റെ മുഖവില. അത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പള്ളി ഓഫീസിലോ എൻ്റെ കയ്യിലോ ഏൽപ്പിക്കേണ്ടതാണെന്ന് പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. കോവിഡ് മുമ്പ് നമ്മൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു സാമൂഹികമായിട്ടുള്ള അവസരമാണ് കനിവ് എന്ന് പറഞ്ഞ പ്രക്രിയ. അത് വീണ്ടും തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാണ്. അത് ഞാൻ നേരിട്ട് വന്നായിരിക്കും നിങ്ങളുടെ മുമ്പിൽ നിന്ന് കണക്ഷൻ സ്വീകരിക്കുക. നമുക്കറിയാം, കോവിഡും അതുമായ അനുബന്ധ പ്രവർത്തനങ്ങളിൽ അനുബന്ധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ കാലയളവിൽ നേരിടുന്നുണ്ട്. സാമ്പത്തികമായിട്ട് അവരെയൊക്കെ സഹായിക്കുവാനായിട്ടുള്ളൊരു വലിയൊരു പദ്ധതിയാണ് നമ്മുടെ കനിവിൻ്റെ പദ്ധതി. ആയതിനാൽ ദയവ് ചെയ്ത് ഈ വരുന്ന അവസാനത്തെ ഞായറാഴ്ചയിൽ കനിവിൻ്റെ പദ്ധതിക്കുള്ള കളക്ഷൻ ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച 3068 രൂപ, കാഴ്ചവെപ്പ് 810 രൂപ. മിഷൻ ഞായറാഴ്ചയിലെ കളക്ഷനായിട്ട് നമ്മൾ സ്വീകരിച്ചത് 21,145 രൂപ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രത്യേകമായ തിരുനാളിൻ്റെ ജ്ഞാനസ്നാന തിരുനാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യദാനത്താൽ പരിഭൂഷിതരായ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഏകജാതന വിശ്വസ്തയോടെ ശ്രമിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ യഥാർത്ഥ മക്കളെന്ന് വിളിക്കപ്പെടാനും അപ്രകാരമായിരിക്കുവാനും ഇടയാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യബലി സമാപിച്ചു. മറ്റൊരറിയിപ്പ്, അടുത്ത ഞായറാഴ്ച മുതൽ നമുക്ക് ഓൺലൈൻ മാസിൻ്റെ ഇത് വേണോ വേണ്ടയോ എന്ന് ആലോചിക്കണം. കാരണം 2 ദിവ്യബലി നമ്മളിപ്പോൾ നടത്തുന്നുണ്ട്. തുച്ഛമായിട്ട് ആളുകളാണ് ഇത് വീക്ഷിക്കുന്നതെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച മുതൽ വേണോ വേണ്ടയോ എന്നുകൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ പരമാധികാരണത്തിന് ഇനിയും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് ഇനിയും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് ഇനിയും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.